ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാത്സ് ടു പ്രോഗ്രസ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫിനിക്സ് റൈസസ് ആണ് ബൈ ട്വിങ്കിൾ കെന്ന. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ശ്രീകാന്ത് ബൊല സേസ് ദ വേൾഡ് മേ ലുക്ക് അറ്റ് യു ആൻഡ് സേ യു കൻ നോട്ട് ഡു ഇറ്റ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സിൽ പറഞ്ഞതായിരുന്നു. ശ്രീകാന്ത് ബൊല അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകം നിങ്ങളെ നോക്കിയിട്ട് പറയും നിങ്ങൾക്കിതിന് പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ച് ലോകത്തെ നോക്കിക്കൊണ്ട് പറയണം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് വേർഡ്സ്? ഇതിലിത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണല്ലേ. നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. നമ്മൾക്ക് ഈ ലോകം മൊത്തം നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചാലും നമ്മൾക്ക് എന്തും എന്നെ കൊണ്ട് നേടാൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം, ഒരു ഒപ്റ്റിമിസം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, here is the story of another young man who, though isolated by society, still became an icon of perseverance and social commitment. ഇവിടെ നമ്മുടെ ശ്രീകാന്ത് ബൊല്ലയെ പോലെ തന്നെ സൊസൈറ്റി ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു യുവാവിൻ്റെ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റിൽ ബിക്കെയിം എൻ ഐക്കൺ ഓഫ് പെർസിവറൻസ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. എന്താണ് പെർസിവറൻസ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതായിരുന്നു. നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സറൗണ്ടിങ്സ് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് പെർസിവറൻസ് എന്ന് പറയുക. ഓക്കെ, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ ഒരു ഐക്കൺ, ഒരു സിമ്പിളായിട്ട് മാറുന്ന മറ്റൊരു യുവാവിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ഹിം. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഓതറിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാം. ട്വിങ്കിൾ കെന്ന വാസ് ബോൺ ഇൻ 1973 ഇൻ മുംബൈ. ഇവർ ജനിക്കുന്നത് 1973 മുംബൈയിലാണ്. ഷീ ബിഗൻ ആക്ടിങ് ഇൻ ഫിലിംസ് ഇൻ 1995. 95 അവർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അവരൊരു ബോളിവുഡ് ആക്ട്രസ് ആയിരുന്നു, വൈഫ് ഓഫ് അക്ഷയ് കുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോപ്പുലർ സിനിമാ നടനാണ്, ബോളിവുഡ് ആക്ടറാണ് അക്ഷയ് കുമാർ. അവരുടെ ഭാര്യയാണ് ട്വിങ്കിൾ കെന്ന. In 2002, she embarked on a new career as an interior designer. 95 അവർ സിനിമയിൽ അഭിനയം ആരംഭിക്കുന്നത്. പക്ഷേ 2002 അവരൊരു പുതിയ കരിയർ ആരംഭിക്കുകയാണ്, ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട്. ലേറ്റർ ഷീ എസ്റ്റാബ്ലിഷ്ഡ് ഹെർ സെൽഫ് ആസ് എൻ ഓതർ ആൻഡ് കൊളംനിസ്റ്റ്. പിന്നീട് അവർ ഒരു ഓതറും കൊളംനിസ്റ്റുമായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളിലൊക്കെ പംക്തികൾ എഴുതില്ലേ, അവരെയാണ് കൊളംനിസ്റ്റ് എന്ന് പറയുക. ഓക്കെ, പിന്നീട് അവർ അങ്ങനെയാണ് വർക്ക് ചെയ്തത്. In 2015, her first book, Mrs. Funny Bones, became a best-seller. ഇവർ ആദ്യം എഴുതിയിട്ടുള്ള മിസ്സിസ് ഫണി ബോൺസ് എന്ന പുസ്തകം 2015 കൂടുതൽ വിറ്റഴിക്കപ്പെട്ടു. ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ഇസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഇൻ വിച്ച് ദ ടെയിൽ ഓഫ് ദ സോഷ്യൽ ഓൺട്രപ്രണർ പത്മശ്രീ അരുണാചലം മുരുകാനന്ദം ഇസ് പോർട്രേറ്റ്. അരുണാചലം മുരുകാനന്ദം ഇസ് എ റിയൽ പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവരൊരു സിനിമ എടുക്കുന്നു. ആ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ ചില ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദ സ്റ്റോറി ഇൻസ്പയർഡ് ദ നാഷണൽ അവാർഡ് വിന്നിംഗ് ഫീച്ചർ ഫിലിം പാറ്റ്മാൻ. ഈ ഒരു സിനിമയുടെ പേരാണ് പാറ്റ്മാൻ കേട്ടോ. അപ്പം വളരെ ഹിറ്റായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ നാഷണൽ അവാർഡ് വിൻ ചെയ്ത സിനിമയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാം. ലെറ്റ്സ് ബാക്ക് ടു എ സ്റ്റോറി. എ ഫീനിക്സ് റൈസസ് ബൈ ട്വിങ്കിൾ കെന്ന. ഫിനിക്സ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഫിനിക്സ് പക്ഷിയെ പോലെ എഴുന്നേൽക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, മോട്ടിവേഷൻ സ്പീച്ചുകളിലും കഥകളിലൊക്കെ കേട്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഫിനിക്സ്. എന്നാൽ ഈ ഒരു പക്ഷി യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ള ഒരു പക്ഷിയല്ല, ഇതൊരു ഇമാജിനറി ബേർഡാണ്. ഇത്തരം കഥകളിൽ മാത്രമാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. ഒരുപാട് കാലം ജീവിച്ച് 600 വർഷങ്ങളോളൊക്കെ ജീവിച്ച് സ്വയം കത്തി നശിച്ച് വീണ്ടും ആ ഒരു ചാരത്തിൽ നിന്നും ആഷിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക, പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അത് വീണ്ടും ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, ഇത്തരം മോട്ടിവേഷനുകളിലൊക്കെ ഫിനിക്സ് പക്ഷിയെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാം. ഫീനിക്സ് റൈസസ്. ബബ്ലു കെവാട്ട് ഹാഡ് ബീൻ എൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ് അറ്റ് ബെസ്റ്റ്. ബബ്ലു കെവാട്ട് എന്നാണ് കേട്ടോ നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര്. അരുണാചലം മുരുകാനന്ദം ആണ് റിയൽ ലൈഫിലെ ഹീറോ. എന്നാൽ ഇവിടെ ഈ സിനിമയിലെ ഹീറോ ബബ്ലു കെവാട്ടാണ്. ഹി ഹാഡ് ബീൻ എൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ് അറ്റ് ബെസ്റ്റ്. അദ്ദേഹം പഠിക്കാനൊന്നും അത്ര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നില്ല. ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലാത്ത എന്നർത്ഥം. He still remembers his son's teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ സയൻസ് ടീച്ചറായിട്ടുള്ള മിസ്സസ് ശർമ്മയുടെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിൽ അദ്ദേഹം ഒരു എഗ് ഇൻക്യുബേറ്റർ നിർമ്മിച്ചത്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയൊക്കെ വിരിയിപ്പിക്കുന്ന സാധനം, അടയെത്തി അത് വിരിയിപ്പിക്കുന്ന യന്ത്രത്തിനെയാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുക.
But when Bablu's father died, leaving his mother struggling to support his whole family, he dropped out of school to get a job and help her out. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവരുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്മോൾ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു പുവർ ഫാമിലിയാണ് ബബ്ലുവിൻ്റേത്. അപ്പം അവരുടെ ഫാമിലീനെ, അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബബ്ലു ഒരു ജോലിക്ക് വേണ്ടി ഈ സ്കൂൾ പഠനം നിർത്തുകയാണ്. ഓക്കെ, ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ് ഗെറ്റിംഗ് ടീ ഫോർ ദി ഓണർ. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ ബസ് ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആളുകൾക്ക് ചായയും കോഫിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന, ഈ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ജോലി, സപ്ലയർ എന്നൊക്കെ പറയും, അതിനെയാണ് ബസ് ബോയ് എന്ന് പറയുക. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ് ടു ബിക്കമിങ് എ വെൽഡർ. പിന്നീട് ആ ഒരു ബസ് ബോയിൽ നിന്നും അദ്ദേഹം ഒരു വെൽഡർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദ മോട്ടേജ് ഓഫ് ദ വർക്ക്ഷോപ്പ്. പിന്നീട് അദ്ദേഹം ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഗ്രാജുവലി ടുക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ എടുക്കുന്നുണ്ട്. ഗ്രാജുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ, കാലം കൊള്ളെ. മോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണയം വെക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അദ്ദേഹം പിന്നീട് ഈ ഒരു കടയുടെ, ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ അധികാരം അല്ലെങ്കിൽ കൺട്രോൾ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ പണം കൊടുത്തിട്ടോ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കാം. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റീഡ്ലി. പിന്നീട് അദ്ദേഹം ഒരു ബിസിനസ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. അത് പിന്നീട് സ്റ്റഡിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരോത്സാഹമായിട്ട് അതിങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. Bablu and Gauri had an arranged marriage after meeting just once, briefly in the presence of both their families. ബബ്ലുവിൻ്റെയും ഗൗരിയുടെയും വിവാഹം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഗൗരി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ്, ബ്രീഫ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്. ട്രഡീഷണലി നടക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കണ്ടു, എന്നിട്ട് രണ്ട് ഫാമിലിയുടെയും പ്രസൻസോടുകൂടി അവർ വിവാഹം കഴിക്കുന്നു. വൺ മോർണിംഗ്, ബബ്ലൂസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വർ ഡ്രിങ്കിങ് ടീ. ഒരു ദിവസം രാവിലെ ബബ്ലുവിൻ്റെ അമ്മയും അവരുടെ ഇളയ സിസ്റ്ററായിട്ടുള്ള ഷാലുവും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു സോണ്ടേർഡ് ഔട്ട് ടു ദ ബാക്ക് പോർച്ച്. അവരുടെ ഭാര്യയായിട്ടുള്ള ഗൗരീനെ അന്വേഷിച്ചുകൊണ്ട് ബബ്ലു പുറത്തോട്ട് നടക്കുകയാണ്. ടു വാക്ക് ഇൻ എ റിലാക്സ്ഡ് വേ എന്നാണ് അർത്ഥം. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിക്കൊണ്ട് തൻ്റെ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് പുറത്തോട്ട് പോവാണ് നമ്മുടെ ബബ്ലു. ഹി സോ ഗൗരി വാക്കിംഗ് ഹറിഡ്ലി ടുവാർഡ്സ് ദ ബാത്റൂം ഹോൾഡിങ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. അപ്പോൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോയപ്പോൾ ഗൗരി എന്ത് ചെയ്യാണ്, വേഗത്തിൽ തിടുക്കത്തിൽ ബാത്റൂമിനരികിലേക്ക് നടക്കുകയാണ്. അവരുടെ കയ്യിലൊരു റാഗും ഉണ്ട്. റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ തുണി എന്നാണ് അർത്ഥം. ഓക്കെ, കയ്യിൽ ഒരു പഴയ തുണിയും എടുത്തുകൊണ്ട് അവരുടെ ഭാര്യ ബാത്റൂമിനടുത്തേക്ക് നടക്കുകയാണ്. He came to know from her that women used rags instead of sanitary napkins. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗൗരി ഇങ്ങനെ ഒരു റാഗുമായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെയുള്ള സ്ത്രീകളൊക്കെ സാനിറ്ററി പാഡ്സിന് പകരം ഇത്തരത്തിലുള്ള റാഗ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പം അവിടെയുള്ള സ്ത്രീകൾക്ക് മെൻസ്ട്രേഷൻ്റെ സമയത്ത് അവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റാഗ്സ് ആണ്. അവർക്ക് ഇത്തരത്തിലുള്ള സാനിറ്ററി പാഡ്സ് വാങ്ങാനുള്ള ക്യാഷ് ഇല്ലാത്തതാണ് കാരണം. That evening, on his way back from the workshop, ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഈവനിങ്ങിന് ഗൗരിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്ത് സർപ്രൈസ് ചെയ്യാമെന്ന് ബബ്ലു തീരുമാനിക്കുകയാണ്. ഹി വെൻ ടു എ സ്മോൾ സ്റ്റോർ. അദ്ദേഹം ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കടയിലേക്ക് പോയി. സ്റ്റോർ കീപ്പർ ക്വിക്ലി റാപ്ഡ് ദ നാപ്കിൻ പാക്ക് ഇൻ എൻ ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പം ആ ഒരു കടയിലുണ്ടായിരുന്ന ആൾ അല്ലെങ്കിൽ കടക്കാരന് ഈ നാപ്കിൻ പാക്ക് ഒരു പഴയ ന്യൂസ് പേപ്പറിൽ പെട്ടെന്ന് തന്നെ പൊതിഞ്ഞെടുത്ത് കൊടുത്തു. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദ എക്സോർബിറ്റൻറ്റ് പ്രൈസ് ബട്ട് ബ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. ഓക്കെ, അപ്പം ഇത് കണ്ടപ്പോൾ ബബ്ലു വാസ് സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവുക. ഓക്കെ, അറ്റ് ദ എക്സോർബിറ്റൻറ്റ് പ്രൈസ്. എന്തുകൊണ്ടാണ് ഞെട്ടിയത്? എക്സോർബിറ്റൻ്റ്, ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈസ്, ഈ നാപ്കിൻ പാക്കിൻ്റെ വില കണ്ടിട്ട് ഞെട്ടിപ്പോയി. ബട്ട് ബ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. പക്ഷേ അദ്ദേഹത്തിന് പണം കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 40 രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങി. ഹി അൺറാപ്ഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. അദ്ദേഹം ആ ഒരു പാക്കറ്റ് തുറന്നിട്ട് അതിനകത്തുള്ള പാഡ് പരിശോധിച്ചു. ഇറ്റ് സീംഡ് ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗ്യാസ് ഷീറ്റ്. ഗ്യാസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർത്ത തുണി, അതിൽ പൊതിഞ്ഞിട്ടുള്ളൊരു പ്ലെയിൻ കോട്ടൺ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. അത് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വെച്ച് നോക്കി. ട്രൈങ് ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് ദ പാഡ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഏകദേശ ഭാരം കണക്ക് കൂട്ടി. 10 grams, he said to himself. 10 ഗ്രാമേ ഉള്ളൂ. അത് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു.
ഹാവിങ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പഞ്ഞി നൂലിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ബബ്ലു കണ്ടിട്ടുണ്ട്. ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 പൈസ. അദ്ദേഹം പറയുകയാണ് 10 ഗ്രാം ഈ കോട്ടണിന് തന്നെ 10 പൈസ ജാസ്തിയാണ്, അല്ലെങ്കിൽ കഷ്ടിച്ച് 10 പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. പക്ഷേ ഇവിടെ അദ്ദേഹം ഓരോ പാഡിനും 4 രൂപ വെച്ചിട്ട് 40 രൂപ കൊടുത്തിട്ടുണ്ട്. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദി പാക്കറ്റ്. അദ്ദേഹം ആ ഒരു പാഡ് പാക്കറ്റിലേക്ക് തന്നെ വെച്ചു, തിരികെ വെച്ചു. ബാക്ക് ഹോം, എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. എന്നിട്ട് ഈ ഒരു പാക്ക് ഗൗരിക്ക് കൈമാറി, ഹാൻഡ് ഓവർ ചെയ്തു. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഇത് കിട്ടിയപ്പോൾ ഗൗരിക്ക് സന്തോഷം ഉണ്ടായില്ല. പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നേരെ തിരിച്ചാണ് ഗൗരി റിയാക്ട് ചെയ്തത്. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവ്രി മന്ത്, ഞാനും ഷാലുവും ഈ പാക്കറ്റ്സ് എല്ലാ മാസവും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഷാലു നമ്മൾ പറഞ്ഞു ബബുലുവിൻ്റെ ഇളയ സിസ്റ്ററാണ്, then let alone curd and ghee, we will not even have enough money to buy milk. ലെറ്റ് അലോൺ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് എല്ലാ മാസവും ഞാനും ഷാലും ഈ പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാല് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല, കേടും ഗീയും അതായത് തൈരും നെയ്യും വാങ്ങാൻ അത്രയും പൈസ ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ എല്ലാ മാസവും ഇത് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലോ വാങ്ങാൻ കഴിയില്ല, അപ്പോൾ പിന്നെ തൈരും ഗീയും അത്രയും വാങ്ങാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അത്രയും കോസ്റ്റ്ലി ആണ്. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹർ ഡിജക്റ്റഡ്ലി. ഡിജക്റ്റഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തോടെ, നിരാശയോടുകൂടി ഗൗരീനെ നോക്കി. ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദൃഢനിശ്ചയം. അപ്പം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ്, ഒരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്, എ നീഡിൽ ആൻഡ് സം ത്രെഡ്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കത്രിക എടുത്തു, നീഡിൽ സൂചി എടുത്തു, പിന്നെ കുറച്ച് നൂലും എടുത്തു. കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്, അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് കോട്ടണും ക്ലോത്തൊക്കെ എടുത്തു. ഹി ബിഗാൻ ഫ്ലാറ്റനിങ് ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് ആസ് ഇഫ് ഹി വാസ് സ്പ്രെഡിങ് ഔട്ട് ഡഫ് ടു മേക്ക് എ ചപ്പാത്തി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ കോട്ടൺ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തു. ഫ്ലാറ്റൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തി വെക്കുക. ഇതുപോലെ ആസ് ഇഫ് ഹി വാസ് സ്പ്രെഡിങ് ഔട്ട് ഡഫ് ടു മേക്ക് എ ചപ്പാത്തി. ഡഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ്. ഓക്കെ, ചപ്പാത്തി മാവ് ഇങ്ങനെ പരത്തി കയ്യിൽ വെക്കുന്നത് പോലെ. വിത്തിൻ 24 hours of first touching a sanitary napkin, Bablu had managed to make his own. അങ്ങനെ ഇത് വാങ്ങി 24 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സാനിറ്ററി നാപ്കിൻ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഓക്കെ, സ്വന്തമായിട്ടൊരു നാപ്കിൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റി. But he was not able to make a successful one as he could not make out the material used by the brands. പക്ഷേ അദ്ദേഹത്തിന് ഇതൊരു യൂസ്ഫുൾ വേയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എന്തായിരുന്നു, ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്സ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുഡ് നോട്ട് മേക്ക് ഔട്ട്, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്സ്, ഈ ബ്രാൻഡ്സ് സാനിറ്ററി നാപ്കിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ബ്രാൻഡുകൾ അവർ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം, പാഡ് ഉണ്ടാക്കുക എന്നുള്ള ശ്രമം അൺസക്സസ്ഫുൾ ആയിരുന്നു. മന്ത്സ് പാസ്ഡ് ആൻഡ് ബബ്ലു പ്രൊക്യൂർഡ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാഡ്സ്. അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ബബ്ലു പ്രൊക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യം ചെയ്യുക, അതിനെയാണ് പറയുക. ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാഡ്സ്. അപ്പം അദ്ദേഹം പാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ക്വാളിറ്റിയുള്ള കോട്ടണും മറ്റ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. He continued his experiments knowing that most women used unclean rags instead of sanitary napkins as they could not afford them. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, ഈ പാഡ് ഉണ്ടാക്കുക എന്നുള്ള എക്സ്പെരിമെൻറ്റ്സ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. കാരണം എന്താണ്, കൂടുതൽ സ്ത്രീകളും ഈ സാനിറ്ററി പാഡ്സിന് പകരം ഉപയോഗിക്കുന്നത് അൺക്ലീൻ ആയിട്ടുള്ള റാഗ്സ് ആണ്, പഴയ ക്ലീൻ അല്ലാത്ത റാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, അവർക്ക് അസ് ദേ കുഡ് നോട്ട് അഫോർഡ് ദം, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ അന്നത്തെ സമയത്തൊക്കെ 40 രൂപ എന്ന് പറയുന്നത് വലിയ രൂപയാണ്. അത്രയും വില കൊടുത്തൊന്നും അവർക്ക് ഈ പാഡ് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. ഓക്കെ, അപ്പം അദ്ദേഹം മനസ്സിലാക്കി, ഇങ്ങനെ ഇവർ പഴയ റാഗ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അസുഖം വരുത്തി വെക്കും എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി.
നോ വൺ എൽസ് അപ്പിയർ ടു ബി ബോതേഡ് ബൈ ദിസ്. പക്ഷേ ഈ ഒരു കാര്യം ആരും നോട്ടീസ് ചെയ്തിരുന്നില്ല, ആരും ഈ ഒരു കാര്യത്തെപ്പറ്റി ബോതേഡ് ആയിരുന്നില്ല. ഇത്തരത്തിൽ പഴയ റാഗ്സ്, അൺക്ലീൻ ആയിട്ടുള്ള റാഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് വലിയ വലിയ അസുഖങ്ങൾ, ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ തന്നെ വരും എന്നുള്ള കാര്യമൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും ആരും ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ഹി ലുക്ക്ഡ് അറ്റ് ദ ലിറ്റിൽ ഗേൾസ് റണ്ണിങ് അറൗണ്ട് ദ നെയ്ബർഹുഡ്. അപ്പോൾ അയൽപ്പക്കത്തുള്ള ഈ ചെറിയ കുട്ടികളൊക്കെ, പെൺകുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് അദ്ദേഹം നോക്കി, ശ്രദ്ധിച്ചു. They couldn't even buy a good pair of slippers. How could they ever afford to buy sanitary pads month after month? ഓക്കെ, അപ്പം ഇങ്ങനെ അദ്ദേഹം കുട്ടികളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരൊന്നും ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പം ഈ ചെരുപ്പ് പോലും വാങ്ങിക്കാൻ പറ്റാതെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് മാസാമാസവും ഇങ്ങനെ സാനിറ്ററി പാഡ്സ് വാങ്ങാൻ കഴിയുക എന്ന് അദ്ദേഹം ആലോചിച്ചു. However, his experiments and his obsession caused some unrest even in the family. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്, പുതിയൊരു പാഡ് ഉണ്ടാക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ ആലോചിക്കുക, എപ്പോഴും അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതിനാണ് ഒബ്സഷൻ എന്ന് പറയുക. അലട്ടുക, അതിനെങ്ങനെ ബാധിക്കുക എന്നൊക്കെ പറയും. അപ്പം പുതിയൊരു പാഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് കോസ്റ്റ് സം അൺറെസ്റ്റ് ഇവൻ ഇൻ ദി ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ പോലും ചില അസ്വസ്ഥതകൾ, അൺറെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടക്കേട്, അസ്വസ്ഥതകൾ ഉണ്ടാക്കി. His mother beseeched him to stop the experiment, saying that the whole family would be disgraced by his sordid interest in women's menstrual cycles. അദ്ദേഹത്തിൻ്റെ അമ്മ ബെസീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തു, അദ്ദേഹത്തോട് യാചിച്ചു, ഹിം ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശ്രമം, പുതിയൊരു പാഡൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ശ്രമത്തിൽ നിന്നും ഒഴിവാവാൻ വേണ്ടി, പിന്മാറാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. സെയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ ഹിസ് സോർട്ടഡ് ഇൻട്രസ്റ്റ് ഇൻ വുമൻസ് മെൻസ്ട്രൽ സൈക്കിൾസ്. സോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള, അത്തരത്തിലുള്ള സന്തോഷകരമല്ലാത്ത ആ ഒരു പ്രവൃത്തി ആളുകളൊക്കെ പറയുന്നുണ്ട്, ആളുകളൊക്കെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഡിസ്ഗ്രേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനഭംഗപ്പെടുത്തുക, അപമാനപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പം ഈ ഒരു വുമൻസിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ്, അത്ര രസകരമല്ലാത്ത ഈ ഒരു ഇൻട്രസ്റ്റ് ഒരുപാട് ആളുകൾ ഇങ്ങനെ റൂമറൊക്കെ പരത്തുന്നുണ്ട്, നമ്മുടെ ഫാമിലിയുടെ പ്രസ്റ്റീജിനെ അത് ബാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. This was gradually spreading in the village, and the villagers entangled the whole family in a mesh of coarse whispers and rude glances. Coarse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ടുള്ള, പരുപരുക്കനായിട്ടുള്ള, അതായത് വില്ലേജേഴ്സിൻ്റെ അടുക്കൊക്കെ ഇവരുടെ ഈ ഒരു കാര്യം, അതായത് ഇയാൾ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ വുമൻസിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ടാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ ഫാമിലീനെ കൂടെ ചേർത്തിട്ടാണ് അവർ ഒരുപാട് കള്ളക്കഥകളും നുണയും കുറ്റമൊക്കെ പറയാനായിട്ട് തുടങ്ങിയത്. കോഴ്സ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള കുറ്റം പറച്ചിൽ, ആൻഡ് റൂഡ് ഗ്ലാൻസസ്, ഒരു അർത്ഥം വെച്ചുള്ള നോട്ടം അല്ലേ, റൂഡ് പരുക്കനായിട്ടുള്ള നോട്ടം എന്നൊക്കെയാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങി. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. ബബ്ലുവിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു. ബട്ട് ഹി ഡിവൈസ്ഡ് എൻ ഐഡിയ ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഹിംസെൽഫ് റദർ ദാൻ അതേഴ്സ്. പക്ഷേ അദ്ദേഹത്തിനൊരു ബുദ്ധി തോന്നി, എന്തുകൊണ്ട് ഈ എക്സ്പെരിമെൻറ്റ്സ് എന്നിൽ തന്നെ പരീക്ഷിച്ചുകൂടാ, ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്, ഇതൊരു പാഡ് ഉണ്ടാക്കുകയാണ്, മെൻസ്ട്രൽ സൈക്കിൾസിനെ കുറിച്ചുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ പൊതുവേ ഇതിന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ആളുകളെന്ന് പറയുന്നത് സ്ത്രീകളാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫാമിലി പോലും അദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇത് എന്നിൽ തന്നെ പരീക്ഷിച്ച് നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട് ഹി കളക്റ്റഡ് സം ബ്ലഡ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്താൽ അദ്ദേഹം കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്തു. യൂസിങ് എ റബ്ബർ ട്യൂബ് ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ദ നാപ്കിൻസ് ഹിംസെൽഫ്. ഒരു റബ്ബർ ട്യൂബ് എടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു നാപ്കിൻസ് അദ്ദേഹത്തിൽ തന്നെ പരീക്ഷിച്ച് നോക്കുകയാണ്. അതായത് ഒരു റബ്ബർ ട്യൂബിൽ കുറച്ച് ബ്ലഡ് ആക്കിയിട്ട് ഈ നാപ്കിൻസിലേക്ക് ആക്കിയിട്ട് അതിന് ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിച്ചു. വൺ ഡേ, ഒരു ദിവസം, ലത ഹിസ് നെയ്ബർ പാറൂസ് ഡോട്ടർ ഹാപ്പൻ ടു സീ ദിസ്. അവരുടെ അയൽപ്പക്കക്കാരിയായിട്ടുള്ള പാറൂസിൻ്റെ മകൾ ലത ഇത് കാണാനിടയായി. ഹാപ്പൻ ടു സീ ദിസ് എന്ന് പറഞ്ഞാൽ കാണാനിടയായി. ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദ സ്മോൾ ടൗൺ. അങ്ങനെ പിറ്റേ ദിവസം സ്വാഭാവികമായിട്ട് ഒരുപാട് റൂമേഴ്സ് ആ ഒരു ചെറിയ ടൗണിൽ പരക്കാൻ തുടങ്ങി. അൺഏബിൾ ടു ബെയർ ദ ഹ്യൂമിലിയേഷൻ. ആ ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ മാനഭംഗം, ഓക്കെ, അപമാനം, അതൊക്കെയാണ് അർത്ഥം. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അത്രയും അപമാനം ഈ ഒരു ഫാമിലിക്ക് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം. ബബ്ലുവിൻ്റെ ഭാര്യ ഗൗരി അവരെ ഉപേക്ഷിച്ചു പോയി. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹീ കേപ്പ് അപ്പ് ഹിസ് മാഡ്നസ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാഡ്നസ്, ഭ്രാന്തമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഈ ബബ്ലു എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ ഞാൻ തിരികെ വരുള്ളൂ എന്ന് ഗൗരി പറഞ്ഞു. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്. അദ്ദേഹത്തിൻ്റെ മദർ, അവരുടെ അമ്മയും ഗൗരി ചെയ്തതുപോലെ തന്നെ ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വൈഫ്, ഹിസ് ഫാമിലി, ഹിസ് ഫ്രണ്ട്സ് ആൻഡ് മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്.
ഓൾ ഇൻ പേഴ്സ്യൂട്ട് ഓഫ് ദ സാനിറ്ററി പാഡ് പ്രൊജക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഫാമിലി, ഫ്രണ്ട്സ്, മണി ഇതെല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ഈ ഒരു പുതിയ പ്രൊജക്റ്റായിട്ടുള്ള സാനിറ്ററി പാഡ് പ്രൊജക്റ്റ് ഉണ്ടാക്കുക ആ ഒരു ശ്രമത്തിൻ്റെ പേരിലാണ്. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ ഹൂസ് ലൈഫ് ഹാഡ് ബീൻ റിപ്ഡ് അപ്പാർട്ട്. ബബ്ലു എന്ത് ചെയ്തു? റിപ്ഡ് അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിഞ്ഞു പോയാന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം മുറിഞ്ഞു പോകണല്ലോ, എല്ലാം ബബ്ലുവിന് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ മൊത്തത്തിൽ മുറിഞ്ഞു പോയിട്ടുള്ള ഒരു സിമ്പിൾ വെൽഡറാണ് ആയിരുന്നു. ആൻഡ് ഓൾ ബിക്കോസ് ഹി ഹാഡ് വാണ്ടഡ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു താല്പര്യത്തോട് കൂടിയിട്ടാണ് അല്ലേ. എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വുമൻ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. അതേപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ പുവറായിട്ടുള്ള ഈ പാഡൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അവർക്കൊരു സഹായം എന്നുള്ള രീതിയിലും, അതേപോലെ ആ ഒരു വില്ലേജിന് പുറത്തുള്ള സ്ത്രീകൾക്കും ഒരു സഹായം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ? അല്ല. And now let's wrap up our class here. അടുത്ത പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.